ചൊറിയെണ്ണപ്പൊടി 10 ഗ്രാം, നായങ്കരണപ്പൊടി 1 കഴഞ്ച്. വൈദ്യരേ, എന്തോ കുട്ടകവും ചട്ടകവും ഒക്കെ റെഡിയല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ? വേണമല്ലോ. ഇഞ്ചി തൊട്ട് കർപ്പൂരം വരെ പലതും വേണ്ടി വന്നേക്കും. കൊടുവേലി, കൊട്ടം, കുറുന്തോട്ടി, ഇത് 3 പറമ്പിന്ന് പറിക്കണം. താൻ പോയി വേഗം പറിച്ചോണ്ട് വെച്ചല്ലേ. കുട്ടിശങ്കര, എങ്ങോട്ടാ? വടക്കേ പറമ്പിലേക്ക് കുറച്ച് പച്ചമരുന്ന് പറിക്കാൻ വൈദ്യര് പറഞ്ഞിട്ടാ. കുട്ടിശങ്കര, തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന കോലത്തെ കാര്യസ്ഥപ്പണി നോക്കാനാ. അത് മാത്രം നോക്കിയാ മതി. മരുന്നും മന്ത്രവും ഒക്കെ ആവശ്യമുള്ളത് തന്നെത്താൻ നോക്കിക്കോളും. താൻ ചെന്ന് കിഴക്കപ്പറമ്പിന് പണി എന്തായി നോക്ക്. കുട്ടിശങ്കര, ഒരു കയ്യാളായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മരുന്നും മന്ത്രമൊക്കെ എന്റെ തലക്കിട്ട് ഒഴിയാനല്ല, എടഞ്ഞു നിൽക്കുന്ന കല്യാണി അടക്കി നിർത്താനാ. അതിന് ചില കടുപ്പപ്പെട്ട മരുന്നൊക്കെ വേണ്ടി വന്നു വരും. അടക്കി നിർത്തിയിട്ടേ വിഷ്ണുനാരായണോട് പോകും. പോയി പറഞ്ഞോടോ. കുട്ടിശങ്കര, തന്നോട് ഞാനാ പറഞ്ഞത് കിഴക്കേപ്പറമ്പിലേക്ക് പോകാൻ. കുട്ടിശങ്കര, നിന്നോട് ഞാനാ പറഞ്ഞത് വടക്കേപ്പറമ്പിലേക്ക് പോവാൻ. ചൂടാവാതെ തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാ മതി. ഇവിടെ ചെലവാവില്ല. കൊച്ചു പോ. നിന്നെ കാണിച്ചു തരാം. അയ്യേ, അതെനിക്ക് കാണുകയും വേണ്ട. കുട്ടിശങ്കരോ, ആ പടിഞ്ഞാറേ പറമ്പിന് 2 ആളെ നേരിട്ടുണ്ടോ? ഭയങ്കര നടുവേദന. വടക്കേ പറമ്പ്, കിഴക്കേ പറമ്പ്, ഇപ്പൊ പടിഞ്ഞാറേ പറമ്പ്, എല്ലാം കൂടെ എന്നെ തെക്കേ പറമ്പിലേക്ക് എടുത്തിട്ട് അടങ്ങുമല്ലേ? അങ്ങോട്ട് മാറി, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ വൈദ്യര് ഇത് എന്ത് ഭാവിച്ചിട്ടാ? അയ്യോ, ആ കൊച്ചു തമ്പുരാട്ടിയോട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അതെപ്പോ ഇപ്പൊ കാണിച്ചു വെച്ച കണ്ണന്തിരൊന്നും പോരാഞ്ഞിട്ടേ വീണ്ടും ആ കുഞ്ഞിന്റെ മേക്കിട്ട് കയറിയിരിക്കുക. വിവരം വേണം, വിവരം. കൊച്ചുമ്പുരാട്ടെ പിണക്കിയിട്ട് ഇവിടെ നിന്ന് പണി ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? കുറെ നേരമായില്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞു വിട്ടേക്ക്. പറഞ്ഞു വിടേണ്ടി വരില്ല, എടുത്തോണ്ട് പോകേണ്ടി വരും 2 ശവങ്ങളെ. മര്യാദക്കാ കല്യാണിയുടെ ദീനം മാറ്റി കിട്ടുന്ന ചക്രവും വാങ്ങിച്ചോണ്ട് പോണെങ്കിലേ കൊച്ചുമ്പുരാട്ടിയോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. എന്ന് താൻ ചെല്ലടോ. അതിന് താൻ പോയാ മതി. ദേവൻ കൂടെ വരും. വിഷ്ണു ഒന്ന് കൂടെ ചെന്ന് 2 മാപ്പ് പറഞ്ഞിട്ട് വാ. ഇനി ഈ ശരീരം കേടാക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ഈ ശരീരത്തിനകത്ത് എന്ത് കേടാവാൻ? ഒന്ന് ചെന്ന് മാപ്പ് പറ. ചെല്ല്. ചെന്ന് മാപ്പ് പറ, ഇല്ലെങ്കിൽ തല പോകും. ടൈ കെട്ടാൻ പറ്റൂല. ഓ, ഇത് അടി പിടിക്കാൻ നോക്ക് ഭൈരവ. ഞാൻ നോക്കിക്കോളാം. എന്ന് കാര്യം പറ. വേണമെങ്കിൽ ഒന്ന് കാല് പിടിച്ചോ. കാല് പിടിക്കാൻ നിന്റെ കാര്യം പറഞ്ഞാ മതി. ചെല്ല്. കൊച്ചുതമ്പുരാട്ടി ക്ഷമിക്കണം. അപ്പോഴത്തെ ശോഭത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. കോലത്തൊരു കുട്ടിയോട് വെറും ഒരു ആനപ്പണിക്കാരനായ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അലോഹ്യൊന്നും തോന്നരുത്, എന്നോട് പൊറുക്കണം. കടന്നു പോടോ അവിടുന്ന്. ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. അതിന് തിരുമംഗലം കോലത്തെ തമ്പുരാട്ടിക്കുട്ടി ഒന്നുകൂടെ ജനിക്കണം. വിളിച്ചു കയറ്റിയപ്പോ കയറിപ്പോയത്രേ. സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നപ്പോഴും അമൃതത്ത് കഴിച്ചപ്പോഴും താൻ അറിഞ്ഞില്ലേടോ അബദ്ധമായിന്ന്. കണ്ണി കണ്ട തെണ്ടികളെയൊക്കെ അറയ്ക്കകത്ത് എഴുന്നള്ളിച്ചിരുത്തി സൽക്കരിക്കുന്നതല്ല കോലത്തെ പാരമ്പര്യം. അവളുടെ ഒരു പാരമ്പര്യം. ഏത് തെണ്ടി കയറി വന്നാലും ഉടുത്തൊരുക്കിയതാ എന്നെ കെട്ടിക്കോന്ന് പറഞ്ഞ് നിൽക്കുന്നതാണല്ലോ നിന്റെയൊക്കെ പാരമ്പര്യം. പോടി ഇവിടുന്ന്. അറയ്ക്കകത്ത് കയറി ഞെളിഞ്ഞിരിക്കാൻ തന്നെയാണ് വന്നത്. നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ അരിശമല്ലേ നീ തീർക്കുന്നത്? എങ്കിൽ കേട്ടോ, കല്യാണമേ നടക്കാതെ പല്ലും കൊഴിഞ്ഞ് മൂത്ത് നരച്ച് വളഞ്ഞ് കുറുകി നീ ഇതിനകത്ത് കിടന്ന് പണ്ടോടങ്ങി പോട്ടെ. ഓടി പൂച്ചക്കണ്ടി കിടന്ന് എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായില്ലടാ നിനക്ക്. നീ പറഞ്ഞിട്ടല്ലടാ പൂതനയോട് ഞാൻ മാപ്പ് പറയാൻ പോയത്. നീ എന്താ പറഞ്ഞത്? മനസ്സലിവുള്ള മറ്റൊരു മുഖം അവൾക്കുണ്ടെന്ന്. കണ്ടടാ, കണ്ടു. അവളുടെ യഥാർത്ഥ മുഖം ഞാനിപ്പോ കണ്ടു. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നുള്ള ദേശത്ത് കൊച്ചുമ്പുരാട്ടി ഒന്ന് കയർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ പോരെ. ഏതായാലും മാപ്പ് പറയാൻ പറ്റില്ല. അതിന് വലിയ ഭാഗ്യം. അവളുടെ കരണക്കുറ്റിക്കിട്ട് പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാ. എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് വേണ്ടി വന്നേക്കും. വിഷ്ണു, കിട്ടിയടാ, കിട്ടി. താന്നി പേരും കാട്ടുതിപ്പല്ലിയും സമം ചേർത്ത് കടുക്ക വെള്ളത്തിൽ തേൻ ചേർത്ത് താന്നി പേരും കാട്ടുതിപ്പല്ലിയും എല്ലാ കാര്യങ്ങളും തമ്പുരാനോട് തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ പോവാ. അതെടാ, പുറത്തുള്ള ആന കല്യാണിയൊക്കെ കുഴപ്പമാ, അകത്തുള്ള കാലി കല്യാണി. രണ്ടിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ നട്ടം തിരിയും. ഒന്ന് പതുക്കെ പറ. തമ്പുരാൻ കേട്ട തല പോവും. തമ്പുരാൻ കേട്ട തല പോവാൻ പോകുന്ന നിന്റെയാ. എങ്കിൽ ഞാൻ ഇനി ഒരു സത്യം തുറന്നു പറയാൻ പോവാ. ഞങ്ങളുടെ ആനവൈദ്യന്മാരേ അല്ല. അതെടാ, ഞാൻ ആനവൈദ്യൻ വേലായുധനാശാന്റെ മകനുമല്ല. എനിക്ക് ആനപ്പണി അറിയൂല. ഇതെല്ലാം ഞാനും ഇവരും കൂടി കളിച്ചൊരു നാടകമായിരുന്നു. എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കാൻ ബുദ്ധിപൂർവ്വം കളിച്ചൊരു നാടകം. കോലോത്ത തമ്പുരാക്കന്മാരെ കൊരങ്ങ് കളിപ്പിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോടാ.
ഇതെന്താ ഇതിവിടെ പുത്തരിയൊന്നുമല്ല. തമ്പുരാക്കന്മാരോട് നെറികേട് കാണിക്കുന്ന ആരായാലും ഇതാ ശിക്ഷ. അതിപ്പോ പണിക്കാരനായാലും ശരി, ആനക്കാരനായാലും ശരി. കാര്യസ്ഥനായാലോ? ആനവൈദ്യന്മാരല്ലാത്ത ഞങ്ങളെ ആനക്കാരുടെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന കാര്യസ്ഥന്റെ കള്ളത്തരം അറിയുമ്പോ അതുപോലെ ഒരു കാഴ്ച കാണാം. ഇല്ല കുട്ടി ശങ്കര? കുട്ടിശങ്കര, അങ്ങനെ ഉണ്ടായാലുള്ള കാര്യമല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഉണ്ടാകാതെ നോക്കേണ്ടത് കുട്ടിശങ്കരന്റെ കടമയല്ലേ? അതിനുള്ള ഏക മാർഗം ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരിക എന്നുള്ളതാ. എന്താ? പരമദ്രോഹികളെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. 2 കുട്ടികളും ഒരു കെട്ടിയോളും ഉള്ളവനാ ഞാൻ. പറക്കമുറ്റാത്ത പിഞ്ചു കൊച്ചുങ്ങൾക്ക് തന്തയില്ലാതെ ആക്കിട്ടാ നീക്ക് അടങ്ങൂല്ലേ? ആ തന്ത ഒരു 100 വർഷമെങ്കിലും ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് പന്ന ഇരപ്പാളി. ഞങ്ങൾ ആനവൈദ്യന്മാരെല്ലാം അറിഞ്ഞ ആ നിമിഷം തമ്പുരാക്കന്മാർ നിന്നെ കൊല്ലും. ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നില്ലെങ്കിൽ ആ നിമിഷം നിന്നെ ഞങ്ങൾ കൊല്ലും. പറയണം. സംസാരിക്കുന്നുണ്ട്, കൈവിടുന്നു. എങ്ങനെ രക്ഷപ്പെടുത്തും? അങ്ങോട്ട് പോയ പണിക്കാര്, ഇങ്ങോട്ട് പോയ കുശിനിക്കാര്, നേരെ പോയ തമ്പുരാക്കന്മാര്, ഇതിലേ പോയ വാതിലും ഇല്ല. പിന്നെ എങ്ങനെ? കിട്ടിപ്പോയി. ഒരു വഴിയുണ്ട്. പക്ഷെ ജീവൻ പണയം വെച്ച് വേണം മുമ്പോട്ട് നീങ്ങാൻ. കോവിലകത്തിന് പുറത്തുകൂടെ രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. അപ്പൊ പിന്നെ ഏകമാർഗം കോവിലകത്തിന്റെ അകത്തുകൂടെയാണ്. അതായത് പിറകുവശത്തെ പത്തായപ്പുര കടന്ന് അടുക്കള വഴി ബാല്യക്കാരുടെ കണ്ണു വെട്ടിച്ചകത്ത് കിടന്നാൽ അങ്കണത്തിനടുത്തുള്ള കൊച്ചിയമ്പുരാട്ടിയുടെ മുറി കാണും. അതിനടുത്തുള്ള ഇടനാഴിയിലൂടെ നടന്നാൽ കുളപ്പുരയിൽ തമ്പുരാട്ടിമാർ മാത്രം കുളിക്കുന്ന കുളം. പുരുഷന്മാരങ്ങോട്ട് പോവാറേ ഇല്ല. പോയാൽ അവന്റെ തലയും കാണും. ഇരുട്ട് വീണാൽ പിന്നെ കുളവും കുളപ്പുരയും ശാന്തമാണ്. അവിടം വരെ എത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും. കുളപ്പുരയുടെ കൽപ്പടവിനോട് ചേർന്നുള്ള മതിൽക്കെട്ട് ചാടിക്കടന്നാൽ പിന്നെ പുറം ലോകത്തായി. കുളിച്ചിട്ട് പോവാല്ലേ? പിന്നെന്താ? കുളിയും കഴിഞ്ഞ് വേണമെങ്കിൽ അതിലോടിക്കാം. ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കരുത്. അറിഞ്ഞുകൊണ്ട് കയറിയതല്ല, അറിയാതെ ഇതിനകത്ത് പെട്ടുപോയതാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിനക്കായിരിക്കും. നീ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ തമ്പുരാക്കന്മാരത് വിശ്വസിക്കും. അവരെന്റെ കയ്യും കാലും തല്ലി ഒടിക്കായിരിക്കും. പക്ഷെ രക്ഷപ്പെട്ട് ഞാൻ പുറത്തു പോയാ പിന്നെ നിനക്ക് ഈ കോവിലകം വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം നാറ്റിക്കുന്നതിനെയാണ്. കോവിലകത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ കിടക്കമുറിയിലേക്ക് ആനക്കാരനെ കയറ്റി സൽക്കരിച്ച കഥ നാട്ടിൽ മുഴുവൻ പാട്ടാവും. തമ്പുരാട്ടിക്കുട്ടിയുടെ ശരീരശാസ്ത്രം നാട്ടുകാർ മുഴുവൻ പാടി നടക്കും. പിന്നെ ഞാനെന്ന് പറഞ്ഞ പോലെ പള്ളിക്കെട്ട് നടക്കാതെ മൂത്ത് നരച്ചതിനകത്ത് ഇരിക്കേണ്ടി വരും നിനക്ക്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? തമ്പുരാട്ടിയല്ല, ഏത് മഹാറാണിയായാലും അടക്കി നിർത്താൻ ഒരു പുരുഷന് ഇത്രയൊക്കെ മതിയെന്ന്. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഞാൻ ആനക്കാരനും അല്ല, ഒരു പുല്ലുമല്ലടി. ആനക്കാരന്റെ വേഷം കെട്ടി വന്നതാ. അതാ കാര്യസ്ഥം കുട്ടിശങ്കരനും അറിയാം. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോവാ. ഞാൻ കോവിലകം വിട്ട് പോകുന്നത് വരെ ഈ വിവരം പുറത്താരെങ്കിലും അറിഞ്ഞ നിന്റെ ശരീരശാസ്ത്രം എന്താ പ്രശ്നം? രക്ഷപ്പെടാൻ നോക്കിയതാ തമ്പുരാനെ. തമ്പുരാട്ടിമാരുടെ മുറിക്കകത്ത് കൂടി കുളപ്പുര വഴിയാ ചാടാൻ നോക്കിയത്. തല്ലി കൊല്ലടാ. തൊട്ടുപോര്. രക്ഷപ്പെടാൻ തന്നെ ഞങ്ങൾ നോക്കിയത്. ആ മതേനയുടെ ചവിട്ടുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് വയ്യ. പിന്നെന്തിനാ ആനവൈദ്യരെന്ന് പറഞ്ഞോട്ടൊന്ന് കയറിയത്? അതിന് ഞങ്ങൾ ആനവൈദ്യരല്ലല്ലോ. ഞങ്ങൾക്ക് ആനപ്പണി അറിയില്ല. കള്ളം, പച്ചക്കള്ളം. ഇവൻ ആനവൈദ്യൻ തന്നെയാ. ആനവൈദ്യൻ വേലാതിന്റെ മകനാ ഇവൻ. അല്ല, എനിക്ക് അങ്ങനെ ഒരു വൈദ്യരെ അറിയില്ല. ഞാൻ അങ്ങയുടെ മകനുമല്ല. നോണ, ഇത് വിശ്വസിക്കരുത്.
ആനവൈദ്യനല്ല അല്ലേ? എന്റെ മുഖത്ത് നോക്കി പറ. എന്നാലൊക്കെ ഞാൻ പറയാം. ആനവൈദ്യൻ തന്നെ അയാള്. പൊന്നിയും കോവിലകത്ത് ഒരു കൊമ്പനെ ചികിത്സിക്കാൻ ഏറ്റുപോയെന്നും ഇന്ന് തന്നെ പോയില്ലെങ്കിൽ അവിടെ കുഴപ്പമാകുമെന്നും രാത്രി കുളപ്പുര വഴി രക്ഷപ്പെടാവുന്നും ഒക്കെ അടക്കം പറയുന്നത് ഞാൻ കേട്ടതാ. അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ചതിന്ന് മാത്രമല്ല തിരുമംഗലംകാരുടെ ആജന്മ ശത്രുക്കളായ പൊന്നിയങ്കോലത്തുകാരോടാ കൂറ്. കൊണ്ടുപോയി പൂട്ടിയിടാ രണ്ടിനെയും. ഇനി കല്യാണിയുടെ ദീനം ഭേദമായാലും ഇവന്മാർ ഇവിടുന്ന് പോകുന്നില്ല. നടക്കേടാ. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും അവൾ എന്തിനെ കഥ മാറ്റി പറഞ്ഞു? അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, അവൾ എന്തോ കണ്ടിട്ടുണ്ട്. എന്ത്? വലിയൊരു കോവിലകത്തെ കണ്ണിലുണ്ണിയായ കൊച്ചു തമ്പുരാൻ അവളുടെ അറയിലേക്ക് ചെറുപ്പക്കാരനായ ഒരു സുന്ദരൻ നനച്ചിരിക്കാതെ കടന്നു ചെല്ലുന്നു. അയാൾ മനഃപൂർവ്വമല്ലെങ്കിലും അവളുടെ നഗ്നമേനി കാണാൻ ഇടയാകുന്നു. ഛെ, നിർത്തടാ. ഇത് എന്റെ കഥയിലടാ. ആദ്യം കോപം, പിന്നെ ലജ്ജ, അത് പിന്നെ ഇഷ്ടമാകുന്നു, പിന്നെ പ്രേമമാകുന്നു. നിന്റെ താടിക്ക് ഞാൻ തീ കൊളുത്തുന്നു. ഒറ്റ താങ്ങ് വെച്ചെന്നുണ്ടല്ലോ. തമ്പുരാക്കന്മാരോട് സത്യം തുറന്ന് പറയാത്ത സ്ഥിതിക്ക് നീ ഇവിടുന്ന് പോകുന്നത് അവൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ശരിക്കും അവൾക്ക് എന്നോട് പ്രേമമാണെന്നാണോ നീ പറയുന്നത്? അതെ, പക്ഷെ നീ ശരിക്കും പ്രേമിക്കണ്ട. പ്രേമിക്കുന്ന പോലെ അഭിനയിച്ചാ മതി. ആ തമ്പുരാക്കന്മാരെ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെട്ടി എരിഞ്ഞു കുഴിച്ചു മൂടും. അയ്യടാ, അല്ലെങ്കിൽ പ്രേമിക്കാൻ പറ്റിയ സാധനം. പറയുന്ന കേൾക്ക്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുണ്ട് അറക്കകത്ത്. പ്രേമം മൊത്തം അവളൊന്ന് പ്രസാദിച്ചാൽ നമ്മ രക്ഷപ്പെട്ടു. അതോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുവരെ പ്രേമവുമായിട്ട് നീ ഒരു വഴിക്ക്, ആനപ്പണിയുമായിട്ട് ഞാൻ മറ്റൊരു വഴിക്ക്. കാര്യം നടന്നാൽ കോവിലകത്തോടും കൊച്ചു തമ്പുരാട്ടിയോടും നമ്മൾ ഗുഡ് ബൈ.